യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം യോനാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 2-ാം തിരുവചനം. അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനും ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചത്. ദൈവമായ കർത്താവ് ദയാലുവാണ്. തൻ്റെ സൃഷ്ടികളോടെല്ലാം ദയ കാണിക്കുന്നവനാണ് ദൈവം. കാരുണ്യവാനാണ്. അവന് വേണ്ടതെല്ലാം കൊടുക്കുന്നവനാണ് ദൈവം. ക്ഷമാശീലനാണ്. തനിക്കെതിരെ തെറ്റ് ചെയ്യുന്നവരോട് പോലും ക്ഷമിക്കുവാനുള്ള കരുതലുള്ളവനാണ് ദൈവം. സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനും ആണ് നമ്മുടെ കർത്താവ്. ശിക്ഷിക്കുവാനല്ല, രക്ഷിക്കുവാനാണ് ദൈവം നമ്മുടെ ഇടയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ലോകം അവനെ കുരിശിൽ തറച്ച് കൊന്നത്. ഇത്ര നല്ല ഒരു ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ എങ്ങനെയാണ് ആ ദൈവത്തോട് പെരുമാറുന്നതെന്ന് സ്വയം ചിന്തിക്കേണ്ട സമയമായി. നമുക്ക് നമ്മളെ തന്നെ ആത്മശോധന ചെയ്യാം. ആ ദൈവത്തോടൊപ്പമായിരിക്കാം. ആ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മുടെയും സ്വഭാവമാക്കി മാറ്റാം. ലോകത്തിൻ്റെ മുന്നിൽ മറ്റൊരു ദൈവമായി നമ്മുടെ വിശ്വാസ സത്യങ്ങളിലൂടെ ലോകത്തെ ദൈവത്തിനു വേണ്ടി നേടിയെടുക്കുവാൻ നമ്മളെ വിട്ടുകൊടുക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ മക്കളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുവാൻ, ആരെങ്കിലും ദൈവത്തിനെതിരെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ക്ഷമിക്കുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ സർവശക്തനും സർവാധിപനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.